കഴിവുണ്ടെങ്കിൽ, നിന്റെ ഏതവസ്ഥയിൽ ഇറങ്ങി വരാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ അതെന്റെ യേശുവാണ്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞെഴുതി വെച്ചത് എൻ്റെ ദൈവം വിശ്വസ്തനെന്ന്. അല്ലേ? സത്യമല്ലേ അത്? നിന്റെ ജീവിതത്തിന്റെ പ്രതികൂല മണ്ഡലത്തിൽ ഇറങ്ങി വരാൻ കഴിവുള്ളവൻ ഒരുത്തനേ ഉള്ളത് എൻ്റെ യേശുവാണ്. നിന്റെ രോഗങ്ങളുമേൽ വിടുതൽ അയക്കണമെന്നുണ്ടെങ്കിൽ അതെന്റെ യേശുവിനെ കൊണ്ട് കഴിയത്തുള്ളൂ. പ്രതീക്ഷകൾ അസ്തമിച്ചിടത്ത്, പ്രതീക്ഷകൾ മങ്ങിപ്പോയിടത്ത് നിന്നെ ഉയർത്തണമെങ്കിൽ എൻ്റെ യേശുവിനെ കൊണ്ട് കഴിയത്തുള്ളൂ. അങ്ങനെ ഒരുവനെയാണ് നാം വിളിച്ചപേക്ഷിക്കുന്നത്. എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? ശബ്ദം ഉയരട്ടെ. ആരും മൗനമായിട്ടിരിക്കരുത്. ആരും ഒരു കാഴ്ചക്കാരെ പോലെ ഇരിക്കാനല്ല. ആ ദൈവ സാന്നിധ്യം ഇതിനകത്തുണ്ട്. ആ ദൈവ സാന്നിധ്യം ഇതിനകത്തുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞത് കൂട്ട്, യേശുവേ ദാവീദ് പുത്ര ഒറ്റ വിളിയിൽ നിന്നെങ്കിൽ ഇന്ന് നീ ഒന്ന് പറഞ്ഞാൽ, നീ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നിന്റെ വിഷയങ്ങൾക്ക് മേൽ വിടുതലയക്കുവാൻ കഴിവുള്ളവനെയാണ് നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ആ സ്നേഹമൊക്കെ തിരിച്ചറിയുന്ന, ആഴമായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹം തിരിച്ചറിയുന്നവർ എത്ര പേരുണ്ട് ഇതിനകത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഐക്യതയോട് പ്രാർത്ഥിക്കുമ്പോൾ നാം വിടുതൽ കാണുമെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എരിഹോവിന്റെ മതിൽ ഒരുമിച്ച് ആർപ്പിട്ടപ്പോൾ തകർന്നെങ്കിൽ ഇന്ന് പകർക്കാലം ഞാൻ നിങ്ങളോടൊന്ന് പറയാം, നമ്മൾ ഒരുമിച്ച് ആർപ്പിടുമ്പോൾ പൈശാചിക ബന്ധനങ്ങൾ തകരുന്ന ഒരു പകൽക്കാലമാണിത്. ഹല്ലേലൂയ. വിടുതൽ നമുക്ക് വേണ്ടി അയക്കുന്ന ഒരു പകൽക്കാലമാണിത്. ഹല്ലേലൂയ. റഖേനിയാന്തന. ഹല്ലേലൂയ ജീസസ്. ഓ ആഴമാർന്ന സ്നേഹമേ, യേശു നൽകി നടത്തിയിടുന്നു അളവില്ല ദാനത്തെ, നാഥൻ നൽകി മാനിക്കുന്നു. പറയാമോ? ആഴമാർന്ന സ്നേഹമേ, യേശു നൽകി ആളവില്ല ദാനത്തെ, നാഥൻ നൽകി. കരങ്ങളെയൊക്കെ വീശിച്ചേർന്നു വർണ്ണിച്ചിടാൻ വാക്കു, വർണ്ണിച്ചിടാൻ നാവു പോരായേ. ശബ്ദം ഉയർത്തിച്ചേർന്ന് വർണ്ണിച്ചിടാൻ വാക്കു പോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരായേ. ആഴമാർന്ന സ്നേഹമേ, യേശു നൽകി നടത്തി അളവില്ല ദാനത്തെ, അളവില്ല ദാനത്തെ, നാഥൻ നൽകി മാനിക്കുന്നു. വർണ്ണിച്ചിടാൻ വാക്കു പോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരായേ, വർണ്ണിച്ചിടാൻ വാക്കു പോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരായേ. ഒന്ന് വിശ്വസിക്കാമോ? നാം ഇവിടുന്ന് കടന്നു പോകുന്നതിന് മുൻപായിട്ട് എന്റെ കാതിൽ കേട്ടതല്ല, എന്നെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതല്ല, അതിനപ്പുറത്ത് കർത്താവ് എനിക്ക് വേണ്ടി വലിയവ ചെയ്യുമെന്ന് എത്ര പേർക്കൊന്ന് വിശ്വസിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. ഈ സ്നേഹത്തെ നാം വിളിച്ചപേക്ഷിക്കുന്നത് വെറുതെ അല്ലെന്നേ. ഹല്ലേലൂയ. ഉലക സ്ഥാപനത്തിന് മുൻപ് നമ്മളെ കണ്ടവനെയാണ് നാം വിളിച്ചപേക്ഷിക്കുന്നത്. ഹല്ലേലൂയ. അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, അവൻ നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു. ഹല്ലേലൂയ.
എന്റെ കാതിൽ വിശ്വാസത്തോടെ പാടാം. എന്റെ കണ്ണു കണ്ടിടും, എന്റെ കണ്ണു പുകഴുവാനൊന്നുമില്ലേ, പുകഴുവാ ഒന്നുമില്ലേ. മഹത്വം യേശുവിന്, മഹത്വം എന്റെ വിശ്വാസത്തോടൊന്ന് ചേർന്ന് എന്റെ കാതിൽ കേട്ടതല്ല, എന്റെ കാതിൽ കേട്ടതല്ല, ഓരോന്നും ഞാൻ കണ്ടിടുന്നു. പുകഴുവ ഒന്നുമില്ലേ, മഹത്വം എന്റെ യേശുവി. ശബ്ദമുയർത്തി ചേർന്ന് വർണ്ണിച്ചിടാൻ, വർണ്ണിച്ചിടാൻ നാവും പോരായേ, വർണ്ണിച്ചിടാൻ നാവും പോരായേ, വർണ്ണിച്ചിടാൻ വാക്കും പോരായേ, വർണ്ണിച്ചിടാൻ നാവും പോരായേ. ആഴമാർന്ന യേശു നൽകി നടത്തിയിടുന്നു, ആഴമില്ല ദാനത്തെ നാദം നൽകി പാലിക്കുന്നു. കരങ്ങളെ വീശി ചേർന്ന് വർണ്ണിച്ചിടാൻ വാക്കു, വർണ്ണിച്ചിടാൻ നാവു പോരായേ, വർണ്ണിച്ചിടാൻ വാക്കു പോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരായേ. ഇരയാകുന്ന എന്നെ സ്നേഹിച്ച നിന്റെ സ്നേഹം എത്രയോ ആശ്ചര്യം. ഇരയാകുന്ന എന്നെ സ്നേഹിച്ച നിന്റെ സ്നേഹം എത്രയോ ആശ്ചര്യം. എന്റെ പാപശാപങ്ങൾ നീക്കി നിൻ തിരുജീവനാൽ എന്നെ നിറച്ചല്ലോ. എന്റെ പാപശാപങ്ങൾ നീക്കി നിൻ തിരുജീവനാൽ എന്നെ നിറച്ചല്ലോ. എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും അങ്ങേ മാത്രം ഞാൻ ഇനി സേവിക്കും. എന്റെ പ്രാണ നായകൻ യേശുവേ, നിന്റെ സ്നേഹം നീ എനിക്കിടണേ. എന്റെ പ്രാണനായകൻ യേശുവേ, നിന്റെ സ്നേഹം എനിക്കിടണേ. എത്ര പേർക്ക് ഉറപ്പോടെന്ന് പറയുവാൻ സാധിക്കും എൻ്റെ കർത്താവിനോട്? കർത്താവേ, അങ്ങയുടെ സ്നേഹം എനിക്ക് വേണമെന്ന്, അങ്ങയുടെ കരുതൽ എനിക്ക് വേണമെന്ന്. നമുക്കിതിനകത്ത് കർത്താവിനെ ആരാധന പരിധികളും പരിമിതികളൊന്നുമില്ല കേട്ടോ. കർത്താവിൻ്റെ മുഖത്ത് നോക്കി നാം കർത്താവിനെ കാണുന്നുണ്ടെങ്കിൽ, അവൻ്റെ സാന്നിധ്യം നാം തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കും ഇങ്ങനെ ഇരിക്കാൻ കഴിയുകയില്ല. പരസ്യങ്ങളിൽ പോയി ഞങ്ങൾ പാടുന്നവരാണ്,
ഞങ്ങൾക്കൊരു മടിയുമില്ല. ഞങ്ങളെ ആരും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. കർത്താവിന് സ്നേഹത്തിൽ ഉയർത്താൻ ഞങ്ങൾക്ക് എവിടെ അവസരം കിട്ടുന്നോ അവിടെ ഞങ്ങൾ കർത്താവിനെ ഉയർത്തും. നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന ഒന്നാണത്. ഹല്ലേലൂയ. നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി സാക്ഷികളാകാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഭൂമിയുടെ അറ്റം വരെയൊന്നും പോയില്ലെങ്കിലും നമുക്ക് കിട്ടുന്ന അവസരങ്ങളിൽ, നമ്മളോട് സംസാരിക്കുന്നവരോട് നമുക്ക് കിട്ടുന്ന അവസരങ്ങളിൽ, നമ്മൾ ഇടപെടുന്നവരോട് നമുക്ക് കിട്ടുന്ന അവസരങ്ങളിൽ കർത്താവിനെ കുറിച്ച് നാം ഒന്ന് പറയാമെങ്കിൽ, ഹല്ലേലൂയ, നമ്മൾ ഒരുമിച്ചൊന്ന് പ്രവർത്തിച്ചാൽ നമുക്ക് ഈ ചർച്ച വിശാലതയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? ഞാൻ ഒറ്റയ്ക്കോ, സ്വാമി സിസ്റ്റർ ഒറ്റയ്ക്കോ, പാസ്റ്റർ ഒറ്റയ്ക്കോ ഒന്ന് ചിന്തിച്ചാൽ കഴിയുന്നൊന്നല്ലിത്. നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഐക്യമത്യം മഹാബലമെന്നാണ്. അങ്ങനെയല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ കർത്താവിന് വേണ്ടി ഓടാനൊന്ന് തയ്യാറായാൽ, കർത്താവിന് വേണ്ടി ഒന്ന് ഇറങ്ങാനൊന്ന് തയ്യാറായാൽ, ദേശത്തിന് മാത്രമല്ല നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ ഇടപെടുന്ന എല്ലാവരിലും ഈ സ്നേഹം, ആ ഒരു കരുതൽ അനുഭവിക്കാൻ കർത്താവ് നമ്മൾ ഇടയാക്കും. കർത്താവിനെ കണ്ടവരാരും ലജ്ജിച്ചു പോയൊരു ചരിത്രം ബൈബിളിൽ നാം പഠിക്കുന്നില്ല. ഹല്ലേലൂയ. പക്ഷെ നാം ഒന്നും മനസ്സിലാക്കണം, നമ്മളെ സ്നേഹിച്ച ഒരുവൻ, നമ്മളെ കണ്ട ഒരുവൻ, നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായ ഒരുവൻ നമുക്ക് വേണ്ടി ഇന്ന് ജീവനോട് ജീവിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ പേരത്രേ യേശു. അവൻ്റെ നാമം സകല നാമത്തേക്കാൾ വലിയ നാമം. ഹല്ലേലൂയ. ഈ ഉറപ്പുള്ളവരൊക്കെ ഒന്ന് ചേർന്ന് പറയാമോ? ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? എഴുന്നേറ്റ് നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ആരും എഴുന്നേക്കണ്ട. നമ്മൾ ഒരുമിച്ച് അല്പസമയം നമ്മുടെ കർത്താവിന് നന്ദി കരയറ്റുവാനുള്ള സമയമാണ്. നിങ്ങൾ കർത്താവിനെ എങ്ങനെ വേണമെങ്കിലും ആരാധിക്കാം. മനസ്സ് തുറന്ന് കരയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് കരയാം. തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ആരാധിക്കാം. ആരും നിങ്ങളെ പിടിച്ചിരുത്തുന്നില്ല. കാരണം നാം ആരാധിക്കുന്നവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്, ഒരു ആരാധന കൊതിയനാണ്. അങ്ങനെ ഞാൻ പറയും. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ആൻറ്റി, എൻ്റെ പെങ്ങള്, എൻ്റെ 2 ആൻറ്റിമാർ എല്ലാവരും വന്നിട്ടുണ്ട്. എൻ്റെ പ്രിയൊരു സഹോദരൻ, അവർക്കൊക്കെ എന്നെക്കുറിച്ച് അറിയാം. കാരണം ഒരിക്കൽ പോലും ഇങ്ങനെയൊന്നും നിങ്ങളെ സംബോധന ചെയ്ത് നിൽക്കുന്ന ഞാൻ കരുതിയിരുന്നൊരു വ്യക്തിയല്ല. ഞാൻ പറഞ്ഞതാണ് മുന്നമേ. പക്ഷേ എന്നെ ദൈവം മുന്നമേ കണ്ടതുകൊണ്ട്, ഹല്ലേലൂയ, ഞാൻ ജനിച്ചു വീണപ്പോൾ 7 ദിവസം എന്നെ പഞ്ഞിക്കെട്ടിൽ പൊതിഞ്ഞ് എൻ്റെ പ്രിയ ആൻറ്റിയോടുണ്ട്, ആൻറ്റിയുടെ ഒക്കെ കൈ കൊടുത്തതാണ്. ഇനി ഇവൻ ജീവിക്കുമോ ഇല്ലയോ എന്ന്, സാധാരണ ഒരു കുഞ്ഞ് ജനിച്ചു വീണാൽ ഒന്ന് കരയും, ഒന്ന് അനങ്ങും. എനിക്കിതൊന്നുമില്ല. 7 ദിവസം ഒരു പഞ്ഞിക്കെട്ടിനകത്ത് പൊതിഞ്ഞ് എന്നെ അവരുടെ കയ്യിൽ കൊടുത്തു. പക്ഷെ ഞാനിതൊന്ന് പറയട്ടെ, എൻ്റെ പ്രിയ അമ്മച്ചി 7ാമത്തെ ദിവസം എൻ്റെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇവനെ ഞങ്ങൾക്ക് ജീവനോട് നൽകിയാൽ ഇവനെ നിനക്ക് വേണ്ടി സമർപ്പിക്കുമെന്ന് പറഞ്ഞു. ആ ഒറ്റ വാക്കിന്മേൽ കർത്താവ് ഇടപെട്ടതാ, ഒറ്റ വാക്കിന്മേൽ. അന്ന് ഡോക്ടർ പറഞ്ഞു, ഇനി ഇവനെ ഒലക്ക കൊണ്ടടിച്ചാൽ ഇവൻ ചാകത്തില്ല. ഇതെൻ്റെ സാക്ഷ്യമാണ്. ഞാൻ കളവ് പറഞ്ഞതല്ല. എൻ്റെ വീട്ടുകാർ ഇവിടെ ഇരിപ്പുണ്ട്. പ്രിയ പൈതലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ആലോചിക്കുകയായിരുന്നു, കർത്താവ് നമ്മളെ നടത്തുന്ന വഴികളൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ എത്ര നന്ദി കരയറ്റിയാലും മതിയാകത്തില്ലെന്നേ. ഹല്ലേലൂയ. നമ്മൾ ഈ പോകുമ്പോഴും വരുമ്പോഴും വാഹനം ഓടിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ, ദൈവസാന്നിധ്യം നമ്മളോടുള്ളത് കൊണ്ടല്ലേ നമ്മൾ ഇന്ന് ജീവനോടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കൂടെ ഉള്ളവർ എത്ര പേർ മരണം വഴിയായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പക്ഷെ ഇന്നും അതിശയകരമായിട്ട് നമ്മൾ ഇതിനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവല്ലെന്നേ, എൻ്റെ കഴിവല്ലെന്നേ, ദൈവം നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണെന്നേ. അങ്ങനെയെങ്കിൽ ഈ സ്നേഹമൊക്കെ തിരിച്ചറിയുന്നവരുണ്ടല്ലോ, ദൈവത്തിന് വേണ്ടി നമുക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഒന്നാണ് ആരാധന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. ഹല്ലേലൂയ. അവൻ സ്തുതികൾക്ക് യോഗ്യനാണ്. ഹല്ലേലൂയ. നിങ്ങൾ കാഴ്ചക്കാരെ പോലെ ഇരിക്കരുത്. കണ്ണുകളൊക്കെ ഒന്ന് അടച്ചാട്ടെ. അല്പസമയങ്ങൾ അന്യഭാഷകൾ കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. അവൻ സ്തുതികൾക്ക് യോഗ്യനാ. ഹല്ലേലൂയ. അവൻ മഹത്വത്തിന് യോഗ്യനാ. ഹല്ലേലൂയ. അവന്റെ പേരാണ് മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് ആർപ്പിടുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുകൊണ്ട് എരിഹോ മതിൽ തകർന്നെങ്കിൽ ഇന്ന് നാം ഒരുമിച്ച് ആർപ്പിടുമ്പോൾ വലിയ ദൈവപ്രവൃത്തി നടക്കും. ഹല്ലേലൂയ.
പുരുഷാരത്തിന്റെ തിക്കുതിങ്ങളിൽ കൂടി ഹല്ലേലൂയ അവരുടെ ആത്മീയങ്ങളിൽ കൂടി യേശുവേ ദാവീദ് പുത്രാ എന്ന് വിളിച്ചപ്പോൾ ഹല്ലേലൂയ കർത്താവ് നിന്നെങ്കിൽ ഹല്ലേലൂയ ജീസസ് രാജാവ് എഴുന്നള്ളി വന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ അവിടെ രാജകോലാഹലമുണ്ട്. ഹല്ലേലൂയ അവിടെ ആരാധന ഉയരും. ഹല്ലേലൂയ അവിടെ സ്തുതികൾ ഉയരും. ഹല്ലേലൂയ ഹല്ലേലൂയ അല്പസമയം കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ കീബോർഡിന് താളം വേണ്ട, കീബോർഡിന് താളം വേണ്ട. ഹല്ലേലൂയ കർത്താവ് ചെയ്ത ഉപകാരങ്ങളോർത്ത് നന്മകളോർത്ത് കൈകൾ തട്ടി ഹല്ലേലൂയ ജീസസ് ജീസസ് ഹല്ലേലൂയ ജീസസ് ജീസസ് ഹല്ലേലൂയ. എനിക്ക് നിങ്ങൾക്ക് ആർക്കും സന്തോഷമില്ലെന്ന് തോന്നുന്നു. ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി കടന്നു വന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? ഹല്ലേലൂയ. എത്ര പേരുണ്ട്? കരങ്ങളൊന്നും ഉയർത്താം. എൻ്റെ കൂടി മുന്നോട്ട് വന്ന് ഇവിടെ നിന്ന് കർത്താവിനെ ആരാധിക്കാൻ തൻ്റെ ഇടമുള്ളവർ ആരുണ്ട്? നിങ്ങൾക്ക് ഇവിടെ വരാം. ആര് നിങ്ങളെ വിലക്കത്തില്ല, ആര് നിങ്ങളെ വിലക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ലേ, ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. അവൻ്റെ പേരെ ആരാധനയ്ക്ക് യോഗ്യനല്ല. എങ്ങും നമുക്ക് കിട്ടാത്തൊരു പദവി നമുക്ക് തന്നെങ്കിൽ നമ്മൾ അവനെ ആരാധിച്ചേ മതിയാകും. ഹല്ലേലൂയ. മടി കൂടാതെ അവനെ നാം ആരാധിക്കണം. മടി കൂടാതെ. രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്ത് ആത്മപ്രവാഹമുണ്ട്. അങ്ങനല്ലേ? ആരാധനയുണ്ട് യേശുരാജനുള്ളിടത്ത് ആരാധനയുണ്ട് ആത്മാവിൻ്റെ ആരാധനയുണ്ട്. എൻ്റെ യേശുവിനടുത്തുണ്ട് രാജകോലാഹലമുണ്ട്. രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്. അവിടെ ആരാധനയുണ്ട്. ആരാധന സ്വർഗത്തിൽ നാം ചെല്ലുമ്പോൾ എപ്പോഴും അവിടെയുള്ള ഒന്നാണ് ആരാധന. അങ്ങനെയെങ്കിൽ നമ്മൾ ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങുകയാണ്. നമ്മൾ ഒരുമിച്ച്, ഞാൻ മാത്രമല്ല, നമ്മൾ ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങുകയാണ്. സന്തോഷമുള്ളവർ കരങ്ങൾ തട്ടി ചേർന്ന് ഒരുമിച്ച് ഹല്ലേലൂയ ജീസസ് സന്തോഷത്തോടെ ചേർന്ന് രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്ത് ആത്മപ്രവാഹമുണ്ട്. രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്ത് ആരാധനയുണ്ട് യേശുരാജനുള്ളിടത്ത് ആരാധനയുണ്ട് ആമേൻ. ആരാധനയുണ്ട്, ആത്മാവിൻ്റെ ആരാധനയുണ്ട്. രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്ത് ആത്മപ്രവാഹമുണ്ട്. രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്ത് ആത്മപ്രവാഹം. ചേർന്ന് ആരാധനയുണ്ട് യേശുരാജനുള്ളിടത്ത് ആരാധനയുണ്ട് ആത്മാവിൻ്റെ ആരാധനയുണ്ട്. ഓ സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മശക്തിയാലത്രേ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ഹോ ദൈവത്തിൻ്റെ ആത്മശക്തിയാലത്രേ. വ്യർത്ഥവുമല്ല, പാരമ്പര്യമല്ല, കുഞ്ഞാടിൻ്റെ ശക്തിയാലത്രേ. വ്യർത്ഥവുമല്ല, പാരമ്പര്യമല്ല, കുഞ്ഞാടിന്റെ ദൈവത്തിന്റെ. അങ്ങനെ ക്രിസ്ത്യൻ സന്തോഷത്തോടെ രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്ത് ആത്മപ്രവാഹമുണ്ട്. രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്, ഓ ആത്മാവുള്ളിടത്ത് ആത്മപ്രവാഹമുണ്ട്. ആരാധന യേശുരാജനുള്ളിടത്ത് ആരാധനയുണ്ട്
ആത്മാവിന്റെ ആരാധനയുണ്ട്. ഓ മഹത്വത്തിനും സ്തോത്രത്തിനും സർവ ബഹുമാനത്തിനും യോഗ്യനായൊരേ, മഹത്വത്തിനും സ്തോത്രത്തിനും സർവ ബഹുമാനത്തിനും യോഗ്യനായൊരേ. യഹൂദാ ഗോത്രത്തിൽ സിംഹമായവൻ, രാജാധിരാജൻ അങ്ങ് കർത്താധികർത്തൻ. യഹൂദാ ഗോത്രത്തിൽ സിംഹമായവൻ, രാജാധിരാജൻ അങ്ങ്. സന്തോഷത്തോട് ചേർന്ന് രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്ത് ആത്മപ്രവാഹമുണ്ട്. രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്ത് ആരാധനയുണ്ട്, ആരാധനയുണ്ട്, ആരാധനയുണ്ട്. യേശുരാജനുള്ളിടത്ത് ആരാധനയുണ്ട്, ആരാധനയുണ്ട്. ആമേൻ, ആരാധനയുണ്ട്. ആത്മാവിന്റെ ആരാധനയുണ്ട്. ആറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടേ, ക്രൂശിൽ തറയ്ക്കപ്പെട്ട ദൈവകുമാര. ആറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടേ, ക്രൂശിൽ തറയ്ക്കപ്പെട്ട ദൈവകുമാര. ഒരുങ്ങിടുന്ന മണവാട്ടിയെ വാനിലെടുത്തിടുവാൻ വേഗം വരുന്നവനെ. ഒരുങ്ങിടുന്ന മണവാട്ടിയെ വാനിലെടുത്തിടുവാൻ ചേർന്നൊരുമിച്ച് രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്. ഓ ആത്മാവുള്ളിടത്ത് ആത്മപ്രവാഹമുണ്ട്. രാജാവുള്ളിടത്ത് രാജകോലാഹലം, ആത്മാവുള്ളിടത്ത് ആത്മപ്രവാഹം. ആരാധനയുണ്ട്, ആരാധനയുണ്ട്, ആരാധനയുണ്ട്. യേശുരാജനുള്ളിടത്ത് ആരാധനയുണ്ട്, ആരാധനയുണ്ട്, ആരാധനയുണ്ട്. ആത്മാവിന്റെ ആരാധനയുണ്ട്. ഓ സൈന്യത്താലല്ല, വിശ്വാസത്തോടെ ശക്തിയാലല്ല, ശബ്ദമുയർത്തി ചേർന്ന് സൈന്യത്താലല്ല ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. പറയാമോ? ഭർത്താവുമല്ല, പാരമ്പര്യമല്ല, കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തിയാലത്രേ. ഭർത്താവുമല്ല, പാരമ്പര്യമല്ല, കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തിയാലേ. രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്ത് ആത്മപ്രവാഹമുണ്ട്. രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്ത് ആരാധനയുണ്ട്, ആരാധനയുണ്ട്, ആരാധനയുണ്ട്. യേശുരാജനുള്ളിടത്ത് ആരാധനയുണ്ട്, ആരാധനയുണ്ട്, ആരാധനയുണ്ട്. ആത്മാവിന്റെ ആരാധനയുണ്ട്. ആമേൻ. സൈന്യത്താലല്ല, ശക്തിയാൽ. ശബ്ദമുയർത്തി ചേർന്ന് ആത്മശക്തിയാല, സൈന്യത്താലല്ല, സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. വ്യർത്ഥവുമല്ല, പാരമ്പര്യമല്ല, കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തിയാലത്രേ. വ്യർത്ഥവുമല്ല, പാരമ്പര്യമല്ല, കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തിയാലത്രേ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ അധികാരത്തോടെ പറയാമോ? ഓ സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. ഓ സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. ഓ സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. വ്യർത്ഥവുമല്ല, പാരമ്പര്യമല്ല, കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തിയാലത്രേ. വ്യർത്ഥവുമല്ല, പാരമ്പര്യമല്ല, കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തിയാലത്രേ. ചേർന്ന് രാജാവുള്ളിടത്ത് ആത്മപ്രവാഹമുണ്ട്. രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്ത് ആത്മപ്രവാഹമുണ്ട്. ഓ ആരാധനയുണ്ട്, ആരാധനയുണ്ട്. യേശുരാജനുള്ളിടത്ത് ആരാധനയുണ്ട്, ആരാധനയുണ്ട്, ആരാധനയുണ്ട്. ആത്മാവിന്റെ ആരാധനയുണ്ട്. ഓ ആരാധനയുണ്ട്, ആരാധനയുണ്ട്. ഓ ആരാധനയുണ്ട്, ആരാധനയുണ്ട്. ആത്മാവിന്റെ ആരാധനയുണ്ട്. ഓ മഹത്വത്തിനും സ്തോത്രത്തിനും സർവ ബഹുമാനത്തിനും യോഗ്യനായോനേ. മഹത്വത്തിനും
സ്തോത്രത്തിനും സർവ ബഹുമാനത്തിനും യോഗ്യനായോനേ. യഹൂദാ ഗോത്രത്തിൽ സിംഹമായവൻ, രാജാധിരാജൻ ഹോ കർത്താധികർത്തൻ. യഹൂദാ ഗോത്രത്തിൽ സിംഹമായവൻ, രാജാധിരാജൻ. ശബ്ദമുയർത്തി ചേർന്ന് രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്ത് ആത്മപ്രവാഹമുണ്ട്. രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്, ഓ ആത്മാവുള്ളിടത്ത് ആത്മപ്രവാഹമുണ്ട്. ഓ ആരാധനയുണ്ട്, ആരാധനയുണ്ട്. യേശുരാജനുള്ളിടത്ത് ആരാധനയുണ്ട്, ആരാധനയുണ്ട്, ആരാധനയുണ്ട്. ഓ ആരാധനയുണ്ട്, ആരാധനയുണ്ട്. യേശുരാജനുള്ളിടത്ത് ആരാധനയുണ്ട്, ആരാധനയുണ്ട്, ആരാധനയുണ്ട്. ആത്മാവിന്റെ ആരാധനയുണ്ട്. ഓ കാൽ കല്ലിൽ തട്ടാതെ ഞാൻ വീണു പോകാതെ തൻ ദൂതനുണ്ട് കാവലായി. കാൽ കല്ലിൽ തട്ടാതെ ഞാൻ വീണു പോകാതെ തൻ ദൂതനുണ്ട് കാവലായി. ഉള്ളക്കാരത്തിലെന്നെ വരച്ചിരിക്കുന്നതാ എനിക്കേതും ഭയമേ ഇല്ല. ഉള്ളക്കാരത്തിലെന്നെ വരച്ചിരിക്കുന്നതാ എനിക്കേതും ഭയമേ ഇല്ല. ഓ എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. അമ്മ ഓമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മ ഓമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. മുഖം പാടില്ല, നിശ്ചിതനായി തീർന്നില്ല നിന്നിച്ചവരുടെ മധ്യത്തിൽ. മുഖം പാടില്ല. വിശ്വാസത്തോടെ പറയാമോ? എന്നെ നിന്നിച്ചവരുടെ മുൻപിൽ എന്നെ മാനിച്ചു നടക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. എന്റെ മുഖം പാടുവാൻ സമ്മതിക്കാത്ത ഒരു കർത്താവ്, അവന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവർ. ഓ എൻ മുഖം പാടില്ല, ലജ്ജിതനായി തീരില്ല നിന്നിച്ചവരുടെ മധ്യത്തിൽ. എൻ മുഖം പാടില്ല, ലജ്ജിതനായി തീരില്ല നിന്നിച്ചവരുടെ മധ്യത്തിൽ. വരും കാലമൊക്കെയും എൻ തല ഉയർത്തി നടത്തിടും അന്ത്യം വരെ. വരും കാലമൊക്കെയും എൻ തല ഉയർത്തി നടത്തിടും അന്ത്യം വരെ. അങ്ങനെ ചേർന്ന് എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകൻ. അമ്മ ഓമനിക്കുമ്പോൾ, അമ്മ ഓമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. ചേർന്നൊരുമിച്ച് അമ്മ ഓമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. മുഖം പാടില്ല, നിശ്ചിതനായി തീരില്ല നിന്നിച്ചവരുടെ മധ്യത്തിൽ. എൻ മുഖം പാടില്ല, ലജ്ജിതനായി തീരില്ല നിന്നിച്ചവരുടെ മധ്യത്തിൽ. വരും കാലമൊക്കെയും എൻ തല ഉയർത്തി നടത്തിടും അന്ത്യം വരെ. വരും കാലമൊക്കെയും വരെ. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. അമ്മ ഓമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മ ഓമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. കാൽ കല്ലിൽ തട്ടാതെ ഞാൻ വീണു പോകാതെ തന്റെ ദൂതനുണ്ട് കാവലായി. കാൽ കല്ലിൽ തട്ടാതെ ഞാൻ വീണു പോകാതെ തന്റെ ദൂതനുണ്ട് കാവലായി. ഉള്ള കാലത്തിലെന്നെ വരച്ചിരിക്കുന്നതാ എനിക്കേതും പറയാമോ? ചേർന്നൊരുമിച്ച് ഉള്ള കാലത്തിലെന്നെ വരച്ചിരിക്കുന്നതാ എനിക്കേതും എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. അമ്മ ഓമനിക്കുമ്പോൾ അപ്പൻ
അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. ഹല്ലേലൂയ. അമ്മ ഓമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. ഓ എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും. ഓ എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. അമ്മ ഓമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. ഓ അമ്മ ഓമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. ഓ ഇത്ര നല്ലിടയൻ, ഉത്തമ സ്നേഹിതൻ, നിത്യന രാജാവൻ, കൂട്ടാളിയാണ്. ഇത്ര നല്ലിടയൻ, ഉത്തമ നിത്യന രാജാവൻ, കൂട്ടാളിയാണ്. എന്തിനി ഭാരങ്ങൾ, എന്തിനി വ്യാകുലേ, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനി ഭാരങ്ങൾ, എന്തിനി വ്യാകുലേ, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. എന്തിനി ഭാരങ്ങൾ, എന്തിനി വ്യാകുലേ, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനി ഭാരങ്ങൾ, എന്തിനി വ്യാകുലേ, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനി ഭാരങ്ങൾ, എന്തിനി വ്യാകുലേ. കഷ്ടത വന്നാലും പട്ടിണി വന്നാലും ദാരിദ്ര്യം വന്നാലും ഞങ്ങൾ എൻ്റെ യേശുവിന് വേണ്ടി പാട്ടുപാടും. അവനെ ഞങ്ങൾ ആരാധിക്കും. എത്ര പേർക്ക് പറയാൻ സാധിക്കും? അവരങ്ങൾ തുറന്ന് അന്യഭാഷകളിൽ അസാന്നിധ്യം തിരിച്ചറിവ് മൗനമായി തിരിക്കാതെ ഹല്ലേലൂയ. എന്നെ നന്നായി അറിയുന്ന ഒരു കർത്താവ്, എന്നെ പുലർത്തുന്ന ഒരു കർത്താവ്, അവന്റെ സ്നേഹം, അവൻ നമ്മളെ നടത്തുന്ന കരുതലൊക്കെ ഓർത്ത് അവരങ്ങൾ തുറന്ന് ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ, അവന്റെ ആത്മാവിനാൽ നമ്മുടെ ഓരോ ദിവസവും അതിശയകരമായി വഴി നടത്തുന്ന ആ കർത്താവിന്റെ സ്നേഹത്തെ അവരങ്ങൾ തുറന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ വിശ്വസിക്കുന്നവർ അടയാളം കാണുമെന്ന് വചനം പറഞ്ഞത്. ഹല്ലേലൂയ. നീ ഒന്ന് വിശ്വസിച്ച്, നീ ഒന്ന് പ്രാർത്ഥിച്ച്, നീ ഒന്ന് ആരാധിച്ച്, ഇന്നത്തെ ചെങ്കടൽ പോലുള്ള പ്രശ്നങ്ങൾ ഹല്ലേലൂയ വഴിമാറുന്ന ഒരു ദിവസമാണല്ലേ. ഹല്ലേലൂയ. വന്മതിൽ പോലെ നിൽക്കുന്ന, യെരിഹോവിന്റെ മതിൽ പോലെ നിൽക്കുന്ന പ്രശ്നങ്ങൾ ഇടിഞ്ഞു വീഴുന്ന ഒരു ദിവസമാണിത്. ആർക്കും പിടിച്ചു കെട്ടുവാൻ കഴിയാത്ത പരിശുദ്ധാത്മാവിന് ചെയ്യുവാൻ കഴിയുന്ന പല കാര്യങ്ങൾ, പല വൻകാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന വിശ്വാസമുണ്ട്. നടക്കാമെന്ന് പറഞ്ഞ
പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഇതിന് മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. എത്ര പേരുടെ ആത്മ കണ്ണാൽ കാണാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ആ ആത്മാവ് നമ്മളെ നിയന്ത്രിക്കും. ഹല്ലേലൂയ. പിടിച്ചു കെട്ടാൻ പറ്റാത്തൊരു ദൈവ സാന്നിധ്യം. വലിയൊരു വിടുതൽ നൽകുവാൻ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ വലിയൊരു ടേണിംഗ്